ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഗവർണർ സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയാണ്. ഗവർണർ നടത്തുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗവൺമെന്റ് നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ പറയുന്നത് ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഗവർണർ എന്ന പദവി അദ്ദേഹം മറന്നു പോവുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്തിരിക്കുന്ന നടപടികൾ പ്രോട്ടോകോൾ ലംഘനമാണ്. മാത്രമല്ല, SFIയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ SFIയുടെ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. RSS നിർദ്ദേശമാണ് ഗവർണർ അനുസരിച്ചത്. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അക്കാര്യത്തിലാണ്. പ്രതിഷേധിക്കുന്നവർക്ക് നേരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നത്. ചില വാക്കുകളൊന്നും ഗവർണർ ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ ഉപയോഗിച്ചത്. അദ്ദേഹം പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത് വീമ്പ് പറച്ചിലായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആലപ്പുഴയിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ച പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും സമയം കഴിഞ്ഞു, പത്രസമ്മേളനം അവസാനിപ്പിക്കാറായി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് SFIയുടെ പ്രതിഷേധത്തെ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആ പ്രതിഷേധത്തെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രോഹിണി, ശരി. നവകേരള സദസ്സിൽ ഗവർണർക്കെതിരായ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചും അതേസമയം ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മൗനം പാലിച്ചും മുഖ്യമന്ത്രി.